ടു അവർ യൂട്യൂബ് ചാനൽ ലാൻഡ് കൺസൾട്ടൻറ്റ്. നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വസ്തു സംബന്ധമായ കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ചോദിക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള വീഡിയോകൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാവും. ഇന്നത്തേത് ഒരു ഫസ്റ്റ് വീഡിയോ മാത്രമാണ്. കേരള ഗവൺമെൻറ് കേരളം മുഴുവൻ ഡിജിറ്റൽ ലാൻഡ് സർവേ ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കേരള ഗവൺമെൻറ് എൻ്റെ ഭൂമി പോർട്ടൽ സിറ്റിസൺ ലോഗിൻ ചെയ്ത് സർവേ ചെയ്ത രേഖകൾ എങ്ങനെ പരിശോധിക്കാം എന്നതാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അതിലേക്കായി ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ഭൂമി ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ കേരള സർക്കാരിൻ്റെ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലേക്ക് നമ്മൾ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ ഇവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പൂർണ്ണമായ പേര്, ലിംഗഭേദം, ജനനത്തീയതി, വിലാസം, ജില്ല, താലൂക്ക്, വില്ലേജ്, ഇമെയിൽ, മൊബൈൽ എന്നിവ എല്ലാം ചോദിക്കും. അതിലേക്ക് നമ്മൾ ആദ്യം പേര് അടിച്ചു കൊടുക്കണം. ഇത്രയും നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ മൊബൈൽ നമ്പർ അടിച്ചു കഴിയുമ്പോൾ അവിടെ വെരിഫൈ എന്നും പറഞ്ഞു വരും. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു OTP വരും. ആ OTP അടിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പലരും ഇതിൽ ചെയ്തപ്പോൾ ഈ OTP വെരിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഈ മൊബൈൽ നമ്പർ എന്നാണ് എല്ലാവർക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈഡ് ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് കാണും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അത് വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ പാസ്വേഡ് ഒന്നുകൂടെ 2 പ്രാവശ്യം കൊടുത്ത് കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. സമർപ്പിച്ച പാസ്വേഡ് പാറ്റേൺ പ്രകാരമല്ല. അപ്പോൾ അതിനായി നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഒരു ഏതെങ്കിലും #, അങ്ങനെ വീണ്ടും എന്തെങ്കിലും നമ്പർ കോമ്പിനേഷൻ, അങ്ങനെയുള്ളൊരു നമ്പർ കോമ്പിനേഷൻ കൊടുത്താൽ മാത്രമേ പാസ്വേഡ് സെറ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. മൊബൈൽ നമ്പർ, പാസ്വേഡ്, നമ്മൾ ആദ്യം അടിച്ചു കൊടുത്ത പാസ്വേഡ് ഏതാണോ അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. കഴിഞ്ഞിട്ട് ലോഗിൻ അടിക്കുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലോഗിൻ ആയി. ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഡിജിറ്റൽ സർവേ ചെയ്തിട്ടില്ലാത്ത വില്ലേജാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണ് ഇവിടെ പാഴ്സൽ തിരയുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളുടെ ഡിജിറ്റൽ സർവേ വിവരങ്ങൾ അറിയുവാൻ പാഴ്സൽ തിരയുക എന്ന ഭൂമിയിൽ ഇവിടെ ഡിജിറ്റൽ സർവേ പ്രകാരം പഴയ സർവേ പാഴ്സൽ തിരയുക എന്ന് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം ഡിജിറ്റൽ സർവേ പ്രകാരം ടിക്ക് ചെയ്തതിന് ശേഷം സർവേ നമ്പർ പ്രകാരം അപ്പോൾ അവിടെ നമ്മൾ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക. എറണാകുളമാണ് എറണാകുളം, ആലുവ, ചൊവ്വര, ബ്ലോക്ക് ഏതാണോ ബ്ലോക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് തിരയുക എന്ന് പറഞ്ഞ് അങ്ങനെ തിരയുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവിടെ ഡിജിറ്റൽ സർവേ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു വരും. അതനുസരിച്ച് നമുക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സർവേ ചെയ്യുവാൻ സർവേയർമാർ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുകയും OTP അതായത് വെരിഫിക്കേഷൻ കോഡ് വെരിഫൈ ചെയ്യുകയും ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവരുടെ ഡീറ്റെയിൽസ് ഈ പോർട്ടലിൽ കയറി പരിശോധിക്കാൻ സാധിക്കുന്നതും പിന്നീട് എന്തെങ്കിലും പരാതികൾ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പരാതികൾ കൊടുക്കാനും ഇതിനൊപ്പം സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുകയും വെരിഫിക്കേഷൻ കോഡ് വെച്ച് സർവേയർ അത് വെരിഫൈ ചെയ്യുകയും ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. താങ്ക് യു.